ഈ പുള്ളിക്കാരത്തിയെ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കറിയാലോ, ശ്രീവിദ്യ മുല്ലച്ചേരി എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്. ഇവരെ ഞാൻ കാണുന്നത് ഫ്ലവേഴ്സിനകത്ത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ തംബ്നെയിൽ ഇതാണ് ഗൈസ്. ഞാനും നന്ദുവും ഇപ്പോ ഒരുമിച്ചല്ല. കാരണം ഇതാണ്. ശരിയാണോ സാർ? എനിക്കറിയില്ല. നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? അയ്യോ ഇവര് ഇന്നലെ കല്യാണം കൊണ്ട് കഴിച്ചുള്ളൂ, അതിന്റെ ഇടയിൽ അടിച്ച് പിരിഞ്ഞോടെ. സ്വാഭാവികം. മാത്രമല്ല കൊച്ചിരിക്കുന്ന ഇരുത്ത് നോക്കിയാണ്ട് കരയാറായെന്ന് ഇരിക്കുന്നതിന്റെ കൂട്ടാണ് ഇരിക്കുന്നത്. ഒറിജിനൽ ആണെന്ന് പറയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല. ആ തമ്മനയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. മികച്ച നടനുള്ള അവാർഡ് നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ ധൈര്യമായിട്ടിരി മോളെ, ധൈര്യമായിട്ടിരി. ഈ നേരവും കടന്നു പോകും. ഇവര് സെപ്പറേറ്റഡ് ആണ്, നല്ല വിഷമമൊക്കെ ഉണ്ടെന്നൊക്കെ എന്നൊരു നമുക്ക് ആ ഒരു വീഡിയോക്കകത്തുനിന്ന് മനസ്സിലായി. അല്ലാത്ത വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോ അല്ലെ. എന്താണ് എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ ഞമ്മന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന വിഷമമാണോ ഗൈസ് മോക്കുരു ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? എനിക്കറിയാൻ പാടില്ല. ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. യെസ്, ഞാൻ ബെസ്റ്റ്. ഇങ്ങനെ ഒരു തമ്പരയിലും എടുത്ത് വെച്ചിട്ട് കണ്ട് അതിനകത്ത് പരസ്യം കുത്തിക്കയറ്റി. ലേശ ഉളുപ്പുണ്ട്. എന്തിനാണ് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്തോ കാര്യം? ഇത് രണ്ടുപേരുടെ ജീവിതത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്ന ഒരു മൊമെന്റ്. അതിനെ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ കൊച്ചേ? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. വല്ലാത്ത ജാതി തന്നെ കേട്ടോ, വല്ലാത്ത ജാതി തന്നെ. ഇതെങ്ങനെ സാധിക്കുന്നു മകളെ നിനക്ക് ഈ വക കൂതറ കളി കളിക്കാൻ? നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും.